സാർ നമസ്കാരം. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPM-നുണ്ടായ പരാജയം, ആ പരാജയത്തിൻ്റെ അവലോകന യോഗങ്ങൾ ബ്രാഞ്ച് തലം മുതൽ കേന്ദ്ര കമ്മിറ്റി വരെ നടന്നു. ഈ കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് അയച്ചു. CPM-ന്റെ പരാജയ കാരണത്തിന് കേരളത്തിലെ നേതൃത്വത്തിന് വലിയ പങ്കുണ്ട്, തീർച്ചയായും തിരുത്തേണ്ടവർ തിരുത്തണം, സമൂലമായൊരു മാറ്റം CPM-നകത്തുണ്ടാകും എന്നുള്ളൊരു ധാരണ പരക്കുമ്പോഴാണ്, സമൂലമായ മാറ്റം എന്ന് പറഞ്ഞാൽ 10 വർഷം പാർട്ടിയെ ഭരണത്തിലിരുന്ന് നയിച്ച പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന MP ഗോവിന്ദനുമെല്ലാം മാറണം എന്ന് തന്നെയാണ് പൊതുവിൽ ഉണ്ടായിരിക്കുന്ന ഒരു ധാരണ. കോഴിക്കോട് വെച്ച് സെപ്റ്റംബർ 13 നടക്കാൻ ഇരിക്കുന്ന ആ യോഗത്തിൽ വിപുലീകൃതമായ സംസ്ഥാന സമിതിയിൽ അതിന് തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ഊഹങ്ങൾ വരുന്നത്. ഇതിനിടയിൽ ഇന്നലെ കാളികാവിൽ കുഞ്ഞാലി അനുസ്മരണത്തോടനുബന്ധിച്ച് മുൻ സ്പീക്കർ ഷംസീർ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു. ഒരു CPM നേതാവും പരസ്യമായി പ്രതികരിക്കാത്ത തോൽവിയുടെ കാരണം ഇതുവരെയും പൊതുജനങ്ങളോട് പരസ്യമായി തുറന്നു പറയാത്ത കാര്യങ്ങൾ ഷംസീർ തുറന്നു പറഞ്ഞു. തളിപ്പറമ്പിലും പയ്യന്നൂരിലുമുണ്ടായ സ്ഥാനാർത്ഥി നിർണയം, പാർട്ടി ജനങ്ങളിൽ നിന്ന് എന്തുകൊണ്ടാണ് അകന്നുപോയത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഷംസീർ തുറന്നു പറയുകയുണ്ടായി. ഇവിടെയെല്ലാം കൃത്യമായി ഷംസീർ ഉന്നം വച്ചത് പിണറായി വിജയൻ എന്ന നേതാവിനെ തന്നെയാണ്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥി നിർണയം പാളി എന്ന് പറയുമ്പോൾ തളിപ്പറമ്പിൽ MP ഗോവിന്ദൻ്റെ ഭാര്യയായിരുന്നു സ്ഥാനാർത്ഥിയായി വന്നത്. അവിടെ അത് അംഗീകരിച്ച പിണറായി വിജയനും MP ഗോവിന്ദനും തെറ്റുപറ്റി. അതുപോലെ തളിപ്പറമ്പിൽ TA മധുസൂദനൻ മത്സരിച്ചത് തെറ്റായിപ്പോയി. മധുസൂദനെതിരെ ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പാർട്ടിക്ക് വീഴ്ച പറ്റി. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് വന്ന് നടത്തിയ പരാമർശങ്ങൾ പാർട്ടി ശക്തിയോടുകൂടി പ്രതികരിച്ചില്ല എന്നിങ്ങനെ നിരവധി ആരോപണങ്ങൾ ഷംസീർ ഉന്നയിച്ചു. അക്ഷരാർത്ഥത്തിൽ അത് പിണറായി വിജയന് നേരെയും MP ഗോവിന്ദന് നേരെയും എടുത്തുപയോഗിച്ച ഒരു വാള് തന്നെയാണ്. മാത്രമല്ല, കോടിയേരി പക്ഷക്കാരനെന്നറിയപ്പെടുന്ന ഷംസീറിനെ ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കാതെ കാരായി രാജനെ അവിടെ മത്സരിപ്പിക്കുന്ന കാഴ്ചയും കണ്ടു. ഇതിലെല്ലാം കൃത്യമായി തന്നെ ഷംസീർ പകരം വീട്ടിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എങ്ങനെയാണ് ഒരു മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ, മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ ഈ പറഞ്ഞ എല്ലാ ആളുകളുമായി വളരെ അടുത്ത് അറിയാവുന്ന ആളെന്ന രീതിയിൽ എങ്ങനെയാണ് നന്ദകുമാർ സാർ ഇതിനെ വിലയിരുത്തുന്നത്? CPM-ലെ പല നേതാക്കന്മാരും എന്നോട് പറഞ്ഞിട്ടുള്ളത് ഷംസീർ എന്ന് പറയുന്നത് പിണറായി തന്നെയാണ്. അതേ മുടി, അതേ കണ്ണുകൾ, അതേ മൂക്ക്, അതേ ചുണ്ട്, അതേ നടത്തം, അതേ ആകൃതി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതെന്തെങ്കിലും ആവട്ടെ, പിണറായിക്ക് ഷംസീറിനോട് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ കാര്യം വന്നപ്പം ഷംസീറിനെ തള്ളി മരുമോനെ പൊക്കി എന്നുള്ളതാണ് സത്യം. മകളുള്ളപ്പോൾ എന്ത് ഷംസീർ? കാരണം പാർട്ടിക്ക് വേണ്ടി കണ്ണൂരിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമുണ്ടാക്കിയെടുക്കാൻ ഷംസീറിനെ പോലെ ഇത്രയും കഴിവുള്ള മറ്റാരും ഉണ്ടായിരുന്നില്ല. തലശ്ശേരിയിൽ കഴിഞ്ഞ തവണ 40,000 വോട്ടിനാണ് ഷംസീർ ജയിച്ചതെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം മുസ്ലിം വോട്ട് ഏകീകരിച്ച് CPM-ൽ എത്തിക്കുന്നതിൽ നിർണായക പങ്കാണ് ഷംസീർ വഹിച്ചിട്ടുള്ളത്. മലബാർ മേഖലയിൽ ഷംസീറിന് ഉള്ള പ്രാധാന്യം മറ്റൊരു നേതാവിനും ഇല്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹം 2016 ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഒരു സ്ഥാനം കൊടുക്കാതെയാണ് മാറ്റി നിർത്തിയത്. 2021 അദ്ദേഹത്തിന് സ്പീക്കർ സ്ഥാനം അവസാനം കൊടുക്കേണ്ടി വന്നു. അതും പല പ്രശ്നങ്ങൾ ഉണ്ടായി. അതിന് ഏറ്റവും അധികം തടസ്സമായി നിന്നത് മകളും മകനുമാണ് എന്നുള്ള ആരോപണമാണ് പുറത്തു വന്നത്. അത് മകളും മകനും ഷംസീറിനെതിരെ പിണറായി വിജയൻ്റെ അടുത്ത് ശക്തമായ രൂപത്തിൽ ഒരു സ്ഥാനം കൊടുക്കരുത് എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെയാണ്, കുടുംബ വഴക്കൊക്കെ ഉണ്ടാക്കി എന്നൊക്കെയാണ് CPM വൃത്തങ്ങളിൽ നിന്ന് വന്നത്. എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല, അറിയാത്ത കാര്യം ഞാൻ പറയുന്നില്ല. പക്ഷേ പാർട്ടി പ്രവർത്തകർ പറഞ്ഞ് എനിക്ക് പുറം ലോകത്തോട് പറയേണ്ടതുമുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ, പിണറായി വിജയൻ്റെ അതേ നടത്തമല്ലേ, അതേ ഭാവമല്ലേ ഷംസീറിനെന്നുള്ളത്. പക്ഷേ കാര്യം അടുത്തപ്പം സ്വന്തം മകളെ മകൾക്ക് പറയുന്നത് മാത്രം അനുസരിക്കേണ്ട ഗതികേട് പിണറായി വിജയൻ വന്നു. അദ്ദേഹം പൂർണ്ണമായി മുഹമ്മദ് റിയാസിന് നാളെ ബാധ്യതയാകുന്ന അല്ലെങ്കിൽ വെല്ലുവിളിയാകുന്ന ഒരാളെ മുന്നിൽ നിർത്താൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു. EP ജയരാജനെയും AK ബാലനെയും അതേപോലെയുള്ള ആളുകളെ കട്ട് ചെയ്യുമ്പോൾ, വെട്ടി മാറ്റുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഇവർക്ക് വയസ്സായി എന്നുള്ളത്. എന്നാൽ ഷംസീറിന് വയസ്സായില്ലല്ലോ. ഷംസീർ ചെറുപ്പക്കാരനാണ്, ഇപ്പോഴും നല്ല ആരോഗ്യമാണ്. സ്പീക്കർ എന്നുള്ള നിലയിൽ അദ്ദേഹം നിയമസഭയിൽ കത്തിജ്വലിക്കുന്ന പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. VD സതീഷിനടക്കം മുമ്പ് അദ്ദേഹം MLA ആയിരിക്കുമ്പോൾ ഏറ്റുമുട്ടിയിട്ടുള്ള ആളാണെങ്കിൽ അദ്ദേഹം നിയമസഭയിൽ സ്പീക്കറായ ശേഷം VD സതീഷിനൊക്കെ അംഗീകരിക്കുന്ന ഒരു നേതാവായിട്ടാണ്, സ്പീക്കറായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത്രയും നല്ല പ്രകടനമാണ് നിയമസഭയിൽ നടത്തിയത്. അദ്ദേഹത്തിന് നിർബന്ധമായും ഒരു സ്ഥാനം കൊടുക്കുകയും MLA മത്സരിപ്പിക്കുകയും
പിണറായി വിജയനെ മത്സരിപ്പിക്കാമെങ്കിൽ നിർബന്ധമായും ഷംസീറിനെ മത്സരിപ്പിക്കുകയും അദ്ദേഹത്തെ നയിക്കാൻ, പാർട്ടിയെ നയിക്കാൻ ഏൽപ്പിക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നു. പക്ഷേ ഷംസീർ അടക്കമുള്ള പി ജയരാജന്, എം വി ജയരാജനും പി ജയരാജനും അടക്കമുള്ള നേതാക്കന്മാർ ഒറ്റക്കെട്ടായി തീരുകയും കഴിഞ്ഞ ഇലക്ഷനിൽ പയ്യന്നൂരിലും അതേപോലെ തളിപ്പറമ്പിലും അതേപോലെ തൃക്കരിപ്പൂരിലടക്കം പാർട്ടിയുടെ പരാജയം ഉറപ്പിച്ചത് ഇവരാണ് എന്നുള്ള വലിയ തോതിലുള്ള പ്രചരണം പുറത്തു വന്നിട്ടുണ്ട്. അതിന് കാരണം ഷംസീറിനെ യാതൊരു ദയയും ഇല്ലാതെ പിണറായി വിജയൻ വെട്ടിമാറ്റി എന്നുള്ളതാണ്. സത്യത്തിൽ പിണറായി വിജയനല്ല വെട്ടിമാറ്റിയത്, പിണറായി വിജയൻ്റെ മകൾ വീണയാണ് വീണയാണ് വെട്ടിമാറ്റിയിട്ടുള്ളത്. അതിന് കാരണം കുടുംബപരമായിട്ടുള്ള പ്രശ്നമായിരിക്കാം, പാർട്ടിയായിട്ടുള്ള എല്ലാം തീർത്തു പറയാം. ഒരു കാരണം ഈ ഷംസീറിനെ മാറ്റാൻ പാർട്ടിക്കുള്ളിലുണ്ടോ? അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ആരോപണമുണ്ടോ? മാത്രമല്ല തലശ്ശേരിയിൽ 40,000 വോട്ട് എന്ന് പറഞ്ഞാൽ മിനിമം വോട്ടാണ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. അത് കാരായ രാജൻ എന്ന് പറയുന്ന ക്രിമിനലിന് ഒരു കൊലക്കേസിലെ പ്രതിക്ക് കൊടുക്കാൻ പാടുണ്ടോ? അപ്പോൾ ഇതൊക്കെ തന്നെ പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയാണ്. ഇപ്പോഴിതാ മറനീക്കി പുറത്തു വന്നിരിക്കുന്നു ഷംസീറിൻ്റെ പൊട്ടിത്തെറി. അത് കൃത്യമായി തന്നെ അദ്ദേഹം എല്ലാം വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുന്നു. പയ്യന്നൂരിലുണ്ടായ സംഭവങ്ങൾ, അതേപോലെ ഈ നേരത്തെ ഉണ്ടായിരുന്ന പല സംഭവങ്ങളും എണ്ണി പറയുകയാണ് ഷംസീർ. സാർ, ഇവിടെ മറ്റൊരു കാര്യം കൂടി നമുക്ക് കണ്ടില്ല എന്ന് വയ്ക്കാൻ പറ്റില്ല. കാരണം ഈ ഷംസീർ ഉന്നയിച്ച പ്രശ്നങ്ങൾ തളിപ്പറമ്പിൽ എം വി ഗോവിന്ദൻ്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്ത് ശരിയായില്ല, അതുപോലെ പയ്യന്നൂരിൽ DI മധുസൂദനൻ MLA പാർട്ടി രക്തസാക്ഷി ഫണ്ടുമായി ഉണ്ടായ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് മാറ്റി നിർത്തണമായിരുന്നു. ഇതൊക്കെ ശരിയായ വസ്തുതകളാണെന്നുണ്ടെങ്കിലും സർക്കാരിൻ്റെ നയപരമായ കാര്യങ്ങളിൽ പിണറായി വിജയന് വീഴ്ച പറ്റിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഷംസീർ അപ്പോഴും മിണ്ടിയിട്ടില്ല. ആശാവർക്കർമാരുടെ സമരത്തെക്കുറിച്ച്, അതുപോലെ PSC റാങ്കിങ്ങിൽ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതെത്തിയ 1ാം റാങ്കുകാരന് പോലും ജോലിയിലെത്ത അവസ്ഥ, അവർ മുട്ടിലിഴഞ്ഞ് സമരം ചെയ്യുന്നു, മണ്ണുവാരി തിന്നുന്നു, മുടി മുറിച്ച് സമരം ചെയ്യുന്നു. ഇതുപോലെ PM ശ്രീ പദ്ധതിയിൽ ഘടകകക്ഷിയായ CPM-ന് വിശ്വാസത്തെടുക്കാതെ പോയി വോട്ട് രേഖപ്പെടുത്തി, ഇങ്ങനെ നിരവധി അവർ ഒപ്പിട്ടത്, ഇതുപോലെ നിരവധി വിഷയങ്ങളുണ്ട്. കൂടാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ മലബാറിലെത്തിയപ്പോൾ കൃത്യമായി അദ്ദേഹത്തിന് പ്രതികരിച്ചില്ല, ഊക്കോടുകൂടി പ്രതികരിച്ചില്ല CPM എന്ന് പറയുന്നിടത്ത്, ആഗോള അയ്യപ്പ സംഗമത്തിൽ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ചു എന്നൊക്കെ പറയുന്നിടത്ത് ഷംസീർ ചെയ്തൊരു കാര്യം മനഃപൂർവ്വം മറച്ചു വച്ചിരിക്കുന്നു. സയൻറ്റിഫിക് ടെമ്പർ നിലനിർത്തണം എന്നതിൻ്റെ പേരിൽ ഗണപതി മിത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി, ലോകത്തെ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറിക്ക് ഉദാഹരണമാണ് ഗണപതി എന്നൊക്കെ പറഞ്ഞ് ഹൈന്ദവ വികാരത്തെ ഇത്രത്തോളം മുറിവേൽപ്പിച്ച മറ്റൊരു രാഷ്ട്രീയ നേതാവ് കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയം തന്നെയാണ്. അപ്പോൾ ഈ 2026 തോൽവിക്ക് ആക്കം കൂട്ടുന്നതിന് വേണ്ടി ജനങ്ങളുടെ ഉള്ളിൽ ഇത്രത്തോളം കാര്യങ്ങൾ കയറിക്കൂടി, അല്ലെങ്കിൽ CPM ഏതു വിധേനയും പുറത്തു പോകണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചതിൽ ഒരു ഘടകം ഷംസീർ കൂടി ആയിരുന്നില്ലേ? അല്ല, ഗണപതി മിത്താണ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ചിലപ്പോൾ പഴയ കാലത്ത് പോലും ഇവിടെ സയൻറ്റിഫിക്കായിട്ട് ചികിത്സ ശസ്ത്രക്രിയ നടന്നിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യം ആലങ്കാരികമായി അദ്ദേഹം പറഞ്ഞതായിരിക്കാം. പക്ഷേ പുരാണത്തിൽ അല്ലെങ്കിൽ പഴയ ഭാരത സംസ്കാരത്തിൽ ഇത്തരത്തിലുള്ള വളരെയധികം ശാസ്ത്രരംഗത്ത്, വൈദ്യശാസ്ത്രരംഗത്ത് പുരോഗതി ഉണ്ടായിരുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞതായിരിക്കാം. നമ്മൾ ഒരു മിത്തായിട്ട് ഹിന്ദുക്കൾക്ക് അതൊരു വികാരമായി മാറിയിരിക്കാം. ഇപ്പോൾ BJP എന്താ പറയുന്നത്? പുഷ്പക വിമാനം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഇന്ത്യയിലെ, ലോകത്തിൽ ആദ്യമായിട്ട് ഏറ്റവും കണ്ടുപിടുത്തങ്ങളും ഡെവലപ്മെൻ്റ് ഉണ്ടായി ഇന്ത്യയിലാണ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പാഠ്യപദ്ധതികൾ അത് ചേർക്കുന്നത്. പുഷ്പ വിമാനം എന്ന് പറയുന്നത് ഒരു മിത്താണ്. സാർ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയട്ടെ, ഷംസീർ ഗണപതി മിത്താണെന്ന് പറയുമ്പോഴും അന്യഥ മറ്റൊരു മതത്തിൻ്റെ വികാരങ്ങൾ വ്രണപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള പ്രഭാഷണം അല്ലെങ്കിൽ പ്രസംഗം ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരാൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ അത് ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് അധികാരത്തിലെത്തിയ ആൾ ചെയ്യുന്ന ഒരു കൃത്യവിലോപം തന്നെയാണ്. മാത്രമല്ല, ഇപ്പോൾ ഈ ഖുറാൻ പോലുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലെല്ലാം ബുറാഖ് എന്ന് പറയുന്ന ഒരു കുതിരയെക്കുറിച്ച് പറയുന്നുണ്ട്, ചിറകുകളുള്ള കുതിരയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ, സ്വന്തം മതത്തിലുള്ള ഇത്തരം അനാചാരങ്ങളെയോ അല്ലെങ്കിൽ മിത്തുകളെയോ തുറന്നു കാണിക്കാൻ തയ്യാറാവാതെ ഈ ഹിന്ദു മതത്തിലെ ആരാധനാക്രമങ്ങളെയും മൂർത്തികളെയും എടുത്ത് ഉദാഹരിക്കുമ്പോൾ തീർച്ചയായും അത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്ന രീതിയിൽ, മതേതരത്വ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ട ഒരാളെന്ന രീതിയിൽ ഷംസീറിന് പറ്റിയ വീഴ്ച തന്നെയാണ്. അത് അന്നേ തന്നെ CPM-കാരടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഷംസീർ ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് ആ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെയെല്ലാം വിവാദങ്ങൾ വരുന്നത്. പക്ഷേ ഷംസീർ ജാതി മതങ്ങൾക്കപ്പുറം ചിന്തിക്കുന്ന ഒരു ശരിയായ മാർക്സിസ്റ്റ് ചിന്തകനാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം ജാതിക്കും മതത്തിനപ്പുറം ഹിന്ദു മതത്തിൽ ഇത്രയധികം വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് മുൻകാലത്ത്
എന്നുകൂടി ആയിരിക്കില്ലേ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അല്ല, അതിലെന്താണ് തെറ്റ്? അത്തരത്തിലല്ല ഷംസീറിന്റെ സംസാരം വന്നത്, അങ്ങനെ തന്നെ ആയിരുന്നില്ല. തന്നെയല്ല, ഷംസീറിന്റെ ഇപ്പൊ നമ്മുടെ ആർക്കോയ്സിൽ തന്നെ പരിശോധിച്ചാൽ കിട്ടും, ഷംസീർ ഇസ്ലാമിക മതപ്രഭാഷണം പോലെ തന്നെ ഒരു കാര്യം പറയുന്നു. ഒരാൾ ജനിക്കുമ്പോൾ കരിമ ചൊല്ലി അയാൾ ഇസ്ലാം ആകുന്നതോടുകൂടി അവന്റെ ജീവിതത്തിൽ അവൻ ഖബറിലേക്ക് ഈ മക്ഷറ കൂടുന്നത് വരെ, അന്ത്യദിനം വിചാരണ ചെയ്യപ്പെടുന്നവരെ അവൻ ഇബാദത്ത് ചെയ്ത് ജീവിക്കുമ്പോൾ അവൻ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അദ്ദേഹം ഒരു മതപ്രഭാഷകന്റെ പോലെ സംസാരിക്കുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഇസ്ലാം മതത്തിൽ ജനിച്ച ഒരാളെന്ന രീതിയിൽ അത് തെറ്റല്ല. പക്ഷേ തത്തുല്യമായ രീതിയിൽ മറ്റിതര മതസ്ഥരുടെയും വിശ്വാസ പ്രമാണങ്ങളെ കണക്കിലെടുക്കുകയും അത് അംഗീകരിച്ചില്ലെങ്കിലും അത് തള്ളിപ്പറയാൻ, അല്ലെങ്കിൽ നമ്മളൊരു അഭിപ്രായ പ്രകടനം നടത്തുന്നതിലൂടെ ഇതര മതസ്ഥർക്കുണ്ടാവുന്ന ആ മാനസിക വ്യഥകളെക്കുറിച്ച് ചിന്തിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്ന രീതിയിൽ ഷംസീറിന് സാധിച്ചില്ല എന്നുള്ളത് അന്ന് ചൂണ്ടിക്കാണിച്ചത് തന്നെയാണ്. അതായിരിക്കാം എൻ്റെ ഒരു വീക്ഷണത്തിൽ ഷംസീർ പറഞ്ഞതിൽ തെറ്റില്ല. അതൊരു ഹിന്ദു മതത്തിന് പോസിറ്റീവാണ്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ ചിന്തിക്കുന്ന പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പോലും ഇന്ത്യയിൽ ഇത്രയും വൈദ്യശാസ്ത്ര രംഗത്ത് പുരോഗതി ഉണ്ടായി എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മളെ മുന്നിൽ അവതരിപ്പിച്ചത് എന്ന് വേണം കരുതാൻ. എന്തായാലും ഗണപതി അങ്ങനെ സർജറിയിലൂടെ ഉണ്ടായ ഒരു മൂർത്തിയായിട്ടല്ല ഹൈന്ദവ വിശ്വാസത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങൾ. അതൊരിക്കലും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വിശ്വസിച്ചിരിക്കണമെങ്കിൽ അത് തെറ്റാണ്. കാരണം ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ബാബാ സുരേഷ് എന്ന് പറഞ്ഞ ഒരാളെ സാറിന് അറിയാൻ സാധിക്കും. അടുത്ത കാലത്ത് അദ്ദേഹം ഈ സർപ്പങ്ങളുമായിട്ടുള്ള അല്ലെങ്കിൽ സർപ്പശല്യമുള്ള സ്ഥലത്തൊക്കെ അദ്ദേഹം ചെന്ന് അവരെ പിടിച്ചിട്ട് കാട്ടിലേക്ക് അയക്കുന്ന ഒരു രീതിയൊക്കെ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഒരു പരിപാടി തന്നെ ഒരു ചാനലിൽ ചെയ്യുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം അങ്ങനെ ഒരു സർപ്പത്തെ പിടിക്കാൻ ചെന്നപ്പോൾ 2 തലയുള്ള ഒരു അണലിയെ പിടികൂടിയ ഒരു, ഇപ്പോഴും അത് കലാകൗമുദിയുടെ ആർക്കൈവ്സിലുണ്ട്. അപ്പോൾ അത്തരം ചില ഈ ജന്മങ്ങൾ ഉണ്ടാവും. അത് വിശ്വാസപരമായി നോക്കുമ്പോൾ അതിൻ്റെയൊക്കെ ശാസ്ത്രീയമായൊരു വിശദീകരണം നൽകാൻ ചിലപ്പോൾ സാധിച്ചെന്നിരിക്കില്ല. പക്ഷേ അത് വിശ്വാസികളുടെ ഉള്ളിൽ രൂഢാമൂലമായിരിക്കുന്ന അത്തരം കാര്യങ്ങളെ തട്ടിത്തെറിപ്പിച്ച് കളയാൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലായാലും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായും അതിനെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മളൊരു മതേതര നിലപാട് പുലർത്തുന്ന ഒരു മാധ്യമം എന്ന രീതിയിൽ നമുക്കും അങ്ങനെയല്ലേ അതിനെ വീക്ഷിക്കാം. ഞാൻ ഈ അടുത്ത കാലത്ത് പ്രമുഖനായ ഒരു മുസ്ലിം പണ്ഡിതനെ കണ്ടിരുന്നു. അദ്ദേഹം ഹിന്ദുമതത്തിലെ പുരാണങ്ങളെക്കുറിച്ച് ഇത്രയധികം മനോഹരമായി സംസാരിക്കുന്നത് ഞാൻ തന്നെ അത്ഭുതത്തോടെ കാണുകയുണ്ടായി. അപ്പോൾ അത്തരം ആ ആളുകൾ പറഞ്ഞിട്ടുള്ള നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത ശാസ്ത്രരംഗത്തെ നേട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം ഹിന്ദുമതത്തിലെ ഇതിൽ കൃത്യമായി എടുത്തുകൊണ്ട് ഓരോ കാര്യങ്ങളോട് വിവരിക്കുകയുണ്ടായി. അതായത് ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു മതമല്ല, ഒരു മതം എന്നുള്ള രൂപത്തിലല്ല, ഒരു ചിന്താഗതി മാത്രമാണ്. അതൊരു കാലഘട്ടത്തിൽ ഇവിടെ ഡെവലപ്പ് ചെയ്തു വന്ന സംസ്കാരമാണ്. അതിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ വൈദ്യശാസ്ത്രരംഗത്തും ശാസ്ത്രരംഗത്തും എല്ലാ മേഖലകളുടെ നേട്ടങ്ങൾ, രാമായണത്തിലെ മഹാഭാരതത്തിലായുള്ള അത്തരം കഥാപാത്രങ്ങളും അതേപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം എന്നോട് വിവരിക്കേണ്ടായി. അദ്ദേഹത്തോട് ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ് അദ്ദേഹം. അതിനെക്കുറിച്ചൊരു പുസ്തകം തന്നെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഷംസീർ പറയുമ്പോൾ നമുക്കറിയാം ഗണപതി തല ആദ്യം വേറെയായിരുന്നു. ഒരു ശിവന്റെ ദേഷ്യത്തിന് പാത്രീഭവമായി വിച്ഛേദിച്ച് പിന്നെ ആനയുടെ തല വെച്ചതാണ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യങ്ങളാണല്ലോ അതിനകത്തുള്ളത്. അതിനൊരു ശാസ്ത്രീയമായി അദ്ദേഹം പറഞ്ഞതായിട്ട് നമ്മൾ കണക്കൂട്ടിയാൽ ഗണപതിയുടെ ജനനമായിട്ട് അങ്ങനെ പലവിധ കഥകളിൽ ഒരു കഥ മാത്രമാണ് അത്. ഇപ്പൊ നമ്മൾ അങ്ങനെ പറയുമ്പോൾ ഒരു മതപ്രഭാഷണം പോലെ ഇല്ല, അങ്ങോട്ട് പോകണില്ല. ഞാൻ എന്റേതായ അഭിപ്രായം പിന്നീട് നമുക്ക് പറയാം. അപ്പൊ ഇപ്പോൾ നമ്മൾ ഷംസീറിനെ ഞാൻ അതിനകത്ത് എതിർക്കുന്നില്ല. അദ്ദേഹം ഒരു മതേതരവാദിയായിട്ടാണ്. എല്ലാ മതത്തിലും ശരിയും തെറ്റും പഠിക്കാനും പറയാനുള്ള അവകാശം ഓരോ മനുഷ്യനുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അങ്ങനെ വരുമ്പോഴാണ് അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിനൊരു മത തീവ്രവാദം ഒന്നായിട്ട് കാണേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. ഞാനൊരു മനുഷ്യനായതുകൊണ്ടാണ്, ഞാൻ മുസ്ലിം മതത്തിന്റെ കാര്യങ്ങളാണ് ഞാൻ പഠിക്കും, അതിന് തെറ്റാണ് വിമർശിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ക്രിസ്ത്യൻ മതത്തിലാണ് ശരിയെന്ന് പറയും, അതിൽ തെറ്റെന്ന് പറയുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ നിലപാടെ പോട്ടെ. ഇപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷംസീർ പിണറായി വിജയന് തലവേദനയാകുമെന്നുള്ള ഒരു കാര്യം ഉറപ്പിച്ച് പറയാം. കാരണം ഷംസീറിന് പിണറായി വിജയന് കിട്ടിയ അവഗണന അത് ചെറുതൊന്നുമല്ല. അദ്ദേഹം സ്വന്തം മക്കളെക്കാൾ കൂടുതൽ സ്നേഹം കൊടുക്കേണ്ടത് ഷംസീറിനായിരുന്നു. എന്നാൽ അങ്ങനെയല്ല അദ്ദേഹം ചെയ്യുന്നത്. സ്വന്തം മക്കള് ഷംസീറിനെ യാതൊരു തരത്തിൽ അടുപ്പിക്കരുത്, വെട്ടിമാറ്റണം, മരുമോനെ മുഖ്യമന്ത്രിയാക്കണം, അതിന് തടസ്സമായി നിൽക്കുന്നത് ഷംസീറാണ്, നാളെ തടസ്സമാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പോൾ അതിന് കൃത്യമായി അത് മനസ്സിലാക്കിക്കൊണ്ട് ഷംസീർ തിരിച്ചടിച്ചിരിക്കുന്നു. കൃത്യമായി ഒരു എതിരാളി, അതായത് മറ്റു പാർട്ടിയിലെ ആളുകൾ പറയുന്നതിനേക്കാൾ തീവ്രമായി
മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളിൽ നിന്ന് നടന്ന അപജയങ്ങളെക്കുറിച്ചും പിണറായി വിജയനും മക്കളും ചേർന്ന് നടത്തിയ തെമ്മാടിത്തരങ്ങളെക്കുറിച്ചും കൂടുതലധികം വിശദീകരിക്കും, പൊട്ടിത്തെറിക്കും എന്നുള്ള കാര്യത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും അദ്ദേഹത്തിന് മാനസികമായിട്ട് പ്രശ്നങ്ങളുണ്ട്. പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഒരു സമീപനം കൊണ്ട് എൻ്റെ അഭിപ്രായം പറയണമെങ്കിൽ സ്വന്തം പിതാവിനെ പോലെ കരുതുന്ന ഒരാളാണ് ആര്, ഷംസീർ. ആ സ്വന്തം പിതാവ് മറ്റു മക്കളോട് അങ്ങനെ പറയും പോലെ ഇങ്ങനെ ഒരു മകളോട് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, അതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്താഗതി. അത്രയും പിണറായി വിജയനെ അത്രയും സ്നേഹത്തോടെ സ്വന്തം പിതാവിനെ പോലെ കാണുന്ന ഷംസീറിന് അതെ മക്കളെ മരുമോൻ്റെ പേരിൽ തന്നെ വെട്ടിമാറ്റുമ്പോൾ അദ്ദേഹത്തിന് വിഷമം ഉണ്ടാവില്ലേ? അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ശക്തമായ രൂപത്തിൽ ഇനി അതിൻ്റെ പ്രതികരണം ഉണ്ടാകും. അത് ചെറുതായിരിക്കില്ല. മുമ്പ് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള, മകൾ നടത്തിയിട്ടുള്ള, മകൻ നടത്തിയിട്ടുള്ള, മരുമോൻ നടത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എണ്ണി പറഞ്ഞ് സമൂഹത്തിന് മുന്നിലേക്ക് വന്ന് അധികം പൊട്ടിത്തെറിക്കും. അതിന് തടയാൻ പിണറായി വിജയന് കഴിയില്ല. അങ്ങനെ വന്നാൽ പിണറായി വിജയൻ പലതും അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യം. പ്രത്യേകിച്ച് അവരുടെ മക്കൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യം.